നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഒരാൾക്ക് ഒരു സാധനം ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു അക്വേറിയാണ്. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു അക്വേറിയാണ്. കുറേ നാളായി നമ്മൾ അക്വേറിയത്തിൽ മീനൊന്നും വളർത്തുന്നുണ്ടായില്ല. അപ്പോൾ നേരെ മേളിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായി. അത് എനിക്കിവിടെ യൂസ് ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബേസിൽ എന്നാണ് പേര്. അപ്പോൾ ആൾക്ക് ഈ ഒരു അക്വേറിയം ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി അത് എത്രത്തോളം ഇപ്പം എങ്ങനെയാണ് ഏത് രീതിയിലാണ് കിടക്കണേന്ന് അറിയാൻ പാടില്ല അക്വേറിയം. എന്തായാലും അതൊന്ന് നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം ശരിയാക്കി എടുക്കാൻ പറ്റുന്ന സംഭവം ആക്കി എടുത്തിട്ട് അവനത് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ അവന് മീൻ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആളുടെ വീട്ടിലാണെങ്കിലും പുള്ളി അത്യാവശ്യം മീനുകൾ കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിവിടെ ഉപകാരമില്ലാണ്ട് കിടക്കുകയാണ്. അവനത് ഉപകാരപ്പെട്ടതെന്ന് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് വീടിൻ്റെ മുകളിൽ വേസ്റ്റൊക്കെ വച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് സംഭവം കിടക്കുന്നത്. അതൊന്നും നമുക്കിനി റീസൈക്കിൾ ചെയ്ത്, അതായത് പുതിയ പോലെ തന്നെ ആക്കിയിട്ട് വേണം അവന് കൊടുക്കാനായിട്ട്. എന്തായാലും കൊള്ളില്ലാണ്ട് കൊടുക്കണം ശരിയല്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കിയിടണം. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ, ചക്കയുടെ കുഞ്ഞുങ്ങൾ 2 ഉണ്ട്, 3 ഉണ്ട് മൊത്തം. കുഞ്ഞുങ്ങൾ വേണം. എന്നിട്ട് റെഡി ചക്കി വന്നിട്ടുണ്ട്. ബാ, എൻ്റെ ഉള്ളിലുണ്ട് ഈ കുഞ്ഞുങ്ങൾ. ചക്കിയും കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അക്വേറിയം ഞാൻ കാണിച്ചില്ലേ, ഈ ഇരിക്കണ ഈ പൊടി പിടിച്ച് കിടക്കാണ് അക്വേറിയം. നമ്മൾ കുറേ നാളായി ഇത് ഉപയോഗിച്ചിട്ടൊക്കെ ആകെ കൊള്ളില്ലാണ്ട് കിടക്കാണ്. അപ്പോൾ നമുക്കിത് എടുത്ത് റീസൈക്കിൾ ചെയ്ത് ശരിയാക്കി എടുക്കണം. സാധനങ്ങളൊക്കെ മാറ്റാണ്ട് കുറേ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തൊന്ന് വച്ചേക്കായിരുന്നു. ഇതിൻ്റെ ചെറിയ ഓട്ടയൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാരണമാണ് ഉപയോഗിക്കാണ്ടിരുന്നത്. ഇനി ഇത് എടുക്കണം. അപ്പോൾ ഇത് നമുക്കിനി ഇവിടുന്ന് എടുക്കണം. എടുത്തോളാം. ഇത് ഇത്തിരി പണിയാണ്. മൊത്തം സാധനങ്ങളിവിടെ ഇത് ഒടിയൂട്ടോ. ഇത് മതി എടുക്കാനുള്ള ഗ്യാപ്പ്. നമ്മുടെ അമ്മൂന് കൂട്ടിൽ വെച്ചു കൊടുത്ത ഫാനായിരുന്നു, കേടായിപ്പോയി. അത് ചെറുപ്പത്തിൽ അവൾക്ക് ഫാൻ വെച്ചു കൊടുത്ത ഇതാണ്. കുറേ വേസ്റ്റ് സാധനങ്ങളുണ്ട്, അതിൻ്റെ ചെടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിത് നമ്മുടെ അക്വേറിയം ഇവിടെ ഉണ്ട്. ഈ അക്വേറിയം നമുക്കിനി പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമ്മളൊക്കെ ഈ അക്വേറിയം എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി കഴുകണം. കഴുകാനായിട്ട് നേരെ താഴെ കൊണ്ടുപോയിട്ട് പൈപ്പ് വെച്ച് കഴുകി റെഡിയാക്കി എടുക്കാൻ പോകണം. അപ്പോൾ നമ്മളിത് അക്വേറിയം കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൊത്തം ചെളി പിടിച്ച് കിടക്കുകയാണ്. അതൊന്ന് കഴുകി ശരിയാക്കണം മൊത്തം. പിന്നെ അക്വേറിയത്തിൻ്റെ എവിടേക്കോ ഓട്ടയുണ്ട്, അതും കണ്ടുപിടിക്കണം. എന്നിട്ടൊന്ന് വൃത്തിയാക്കി ഇടണം. അമ്മൂസ് ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മ അവിടെ ഓടി കിടക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കഴുകാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ പൈപ്പൊക്കെ എടുത്തൊന്ന്, അയ്യോ അവിടെ ചിക്കുവിനെ കാണാത്തവർക്കായിട്ട് ഇതാണ് നമ്മുടെ ചിക്കുവിനെ ഇനി അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. ചിക്കുവിനെ ശരിക്കും പരിചയപ്പെടുത്തി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഇത് കണക്ട് ചെയ്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം അല്ലാതെ അവന് കൊടുക്കാനായിട്ട് പറ്റില്ല. അത് പൈപ്പിൽ ഇവിടെ പെയിൻറ്റിങ് കിടക്കാറുണ്ട്. അതാണ് ഈ പെയിൻറ്റൊക്കെ മൊത്തം കിടക്കണത്. ഇവിടെ മൊത്തം അതെ ഫുൾ പെയിൻറ്റിൻ്റെ സാധനങ്ങളാണ്. ഇത് ജസ്റ്റ് ഒന്ന് അച്ഛനും വലിയച്ഛനൊക്കെ കൂടി ഒന്ന് പെയിൻറ്റിങ് നടത്തി ശരിയാക്കി എടുക്കലായിരുന്നു. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അമ്മൂസ് ഇവിടെ ഉണ്ട്.
അമ്മോ അമ്മോ കഴുകിയെടുക്കണം. പൈപ്പ് തുറന്നിട്ടുണ്ട്. കഴുകി ഫുൾ ചെളിയാണ്. ഫുൾ ചെളി എന്ന് പറഞ്ഞാൽ ഫുൾ ചെളിയായിട്ട് കിടക്കാണ്. നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ നല്ല പണിയാണ്. എന്തായാലും നമുക്ക് സെറ്റാക്കി എടുക്കണം. പിന്നെ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്ന കാരണം ചോർച്ചയുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് നോക്കണം. ബാക്കിയെല്ലാം ഓക്കെയാണ്. മൊത്തം ചെളിയൊക്കെ കിടക്കാണ് മൊത്തം. ഇത് ഏകദേശം മേടിച്ചിട്ട് ഒരു 4-5 വർഷത്തിന് മേളിലായിട്ടുണ്ട്. ഈ ഒരു അക്വേറിയം മേടിച്ചത് 4-5 വർഷമല്ല, അതിന് മേളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്വേറിയം കഴുകി എല്ലാം സെറ്റാക്കി വച്ചിട്ടുണ്ട്. അതെ അക്വേറിയം ഇവിടെ കാണാം. ഇത് ഓട്ടയൊന്നും അങ്ങനെ കണ്ടില്ല, പക്ഷെ ചെറുതായിട്ട് എവിടെയോ വെള്ളം ചോരുന്നുണ്ട്. എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടില്ലേ, അക്വേറിയം കഴുകി എല്ലാം വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ വന്നു കഴിയുമ്പോൾ അവന് കൊടുത്തു വരണം. അവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ല. വിളിച്ച് പറഞ്ഞതിന് ശേഷം അവൻ വരുള്ളൂ. അവൻ്റെ അടുത്ത് അക്വേറിയം എന്ന് പറഞ്ഞു, പക്ഷേ നമ്മുടെ അവൻ ഇതുവരെ അക്വേറിയം ഒന്നും കണ്ടിട്ടില്ല. നമ്മുടെ അക്വേറിയം ഇവിടെ ഇരിക്കണം. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ഒരു അക്വേറിയം ഉണ്ട് തരാമെന്ന് പറഞ്ഞ് പുള്ളീനെ വിളിച്ചിട്ടുണ്ട്. പുള്ളി ഇനി വൈകിട്ട് വന്ന് എടുക്കണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബേസിൽ വരാമെന്ന് പറഞ്ഞ് നിൽക്കണ്ടേ. അപ്പോൾ അവനെ നോക്കി നിൽക്കുകയാണ്. ആളിനിപ്പോൾ വന്നിട്ട് വേണം. നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അക്വേറിയം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ വേറൊരാൾ നമ്മുടെ ഒപ്പം ഉണ്ട്, അഖിലും ഉണ്ട്. ഇവൻ്റെ പുറകെ വന്നാണ് ബേസിൽ. ഇനിയിപ്പോൾ ബേസിൽ ഇവിടെ എത്തിയിട്ട് വേണം. അവന്മാരിവിടെ എത്താറാ എന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമ്പോൾ നോക്കട്ടെ, എന്തായാലും നോക്കിയിരിക്കണം. അതെ അവന്മാർ വന്നിട്ട് കേട്ടോ. ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരാടാ. ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ട് വരാം. അവിടെ ചേടതേ ഇതാണ് ബേസിലെ മാക്കൂരി കാണിച്ചതാ. അതെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലോ കൊച്ചു കള്ളൻ. ഇതാരാ കൂട്ടുകാരൻ നവീൻ. നവീൻ ഓക്കെ. അപ്പോൾ ഇതേ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം, നീ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നിനക്ക് മീനിട്ട് സെറ്റാക്കാം, പൊളിക്കാം. നിനക്ക് എന്ത് മീനിടാനാ? അരോണ. പിന്നെ ഇവൻ മീനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പം മീനിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോ മെയിനായിട്ട് ഇടാം. ആള് ഭയങ്കര എന്താണ് ഫിഷൊക്കെ വളർത്തണ ഒരു സെറ്റപ്പാണ്. നിൻ്റെ ഏതൊക്കെ മീനുണ്ടാ? ഫ്ലവറോൺ ഉണ്ട്, അരോണ ഉണ്ട്, ഗപ്പികളുണ്ട്. ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ടോ? ഗോൾഡ് ഫിഷ് ഒന്നുമില്ല, ഗപ്പികളുണ്ട്, അരോണ, ഫ്ലവറോൺ. ടാങ്കിലിട്ടാണോ വളർത്തണ അക്വേറിയത്തിലുണ്ട്? ടാങ്കും ഉണ്ട്. ആള് ടാങ്കിലും അക്വേറിയത്തിലൊക്കെ. ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ടുള്ള അപ്പോൾ കണ്ടിട്ടുള്ളതാണ്. സെറ്റാണ്. ഇപ്പം ഇതെങ്ങനെ വെക്കണേ? വണ്ടി തിരിച്ചു വെച്ചോ? ഇതെങ്ങനെ കൊണ്ടുപോകണം? എന്റെ കയ്യിലേക്ക് അതൊക്കെ കൊണ്ടുപോകണം. എനിക്കറിയാട്ടോ. പൊന്നു പോലെ നോക്കി വെള്ളം. ടാറ്റയൊക്കെ ചുമ്മാ അടിക്കും. ടാറ്റ നവീന്നല്ല പേര് പറഞ്ഞ. ശരി ശരി, അവിടെ എത്തിക്കഴിയുമ്പോ പറ. അടുത്തൊന്നുമില്ല. പയ്യെ പോയാൽ മതി, ധൃതി പിടിക്കണ്ട. അപ്പോൾ ഗൈസ്, അപ്പോൾ അവൻ ഇതേ പോയിട്ടുണ്ട്. നമ്മൾ ഇത് കൊടുത്തു വിട്ടിട്ടുണ്ട്. നമ്മുടെ അക്വേറിയം കൊടുത്തിട്ടു. ഇനിയിപ്പോൾ അവൻ്റെ വീട്ടിൽ വെച്ച് നമുക്ക് ഒരു ദിവസം ഇനി അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ മീനൊക്കെ കാണാമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അഖിലും പോകണം. ടാറ്റാടാ. ശരി എന്നാ. അപ്പോൾ അഖിലും പോവാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും പോവാണ്. ഈ അഖിലിനെ അറിയാത്തവർക്കായിട്ട് നമ്മുടെ ആളെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ മലയാളം നെക്കീസിൽ ടൈഗർ ഈ സ്പോർട്സിലൊക്കെ എക്കോ മാർക്കോസ് എന്ന് പറഞ്ഞൊരു ചങ്ങായില്ലേ, ആ ചങ്ങായിയാണ് ഈ വധൂരി. അഖിൽ ഇതാണ്. ഓക്കെ, എക്കോ മാർക്കോസ് അഖിലാണ്. അപ്പോൾ അതേ ആളും പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.